വലിയ നമ്പറുകളുടെ സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കാനുള്ള ഒരു എളുപ്പ വഴി ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താം. സ്ക്വയർ റൂട്ട് ഓഫ് 7921 കണ്ടുപിടിക്കണം. 4 ഡിജിറ്റുള്ള ഒരു നമ്പറിൻ്റെ ആണ് സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കണം. ചെയ്യേണ്ടത്, ഈ റൈറ്റ് എൻഡിൽ നിന്ന് 2 ഡിജിറ്റുകൾ മാറ്റിയിട്ടുള്ള നമ്പറിനെ ശ്രദ്ധിക്കുക. 2 ഡിജിറ്റുകൾ മാറ്റിയിട്ടുള്ള നമ്പർ ഇവിടെ 79 ആണ്. 79ന് തൊട്ട് താഴെ സ്ക്വയർ വരുന്നത് ഏത് നമ്പറിൻ്റെതാണ് എന്ന് ആലോചിക്കുക. 8 സ്ക്വയർ എന്നുള്ളത് 64 ആണ്. 9 സ്ക്വയർ എടുത്താൽ 81 ആണ്. അപ്പോൾ 79ന് തൊട്ട് താഴെ സ്ക്വയർ കിട്ടുന്നത് 8ൻ്റെതാണ്. അതുകൊണ്ട് ഇതിൻ്റെ സ്റ്റാർട്ടിംഗ് ഡിജിറ്റ്, ഇതിൻ്റെ സ്ക്വയർ റൂട്ടിൻ്റെ സ്റ്റാർട്ടിംഗ് ഡിജിറ്റ് 8 ആയിരിക്കും. ഈ രണ്ട് നമ്പർ വിട്ടിട്ടുള്ള നമ്പറിൻ്റെ തൊട്ട് താഴെ സ്ക്വയർ വരുന്നത് ഏതിൻ്റെതാണോ അതായിരിക്കും ഇതിൻ്റെ സ്റ്റാർട്ടിംഗ് ഡിജിറ്റ്. എൻഡിങ് ഡിജിറ്റ്, നെക്സ്റ്റ് ഡിജിറ്റ് അറിയാൻ ഇവിടെ ലാസ്റ്റ് ഡിജിറ്റ് 1 ആണ്. 1ൽ അവസാനിക്കുന്ന ഏതൊരു നമ്പറിൻ്റെയും സ്ക്വയർ റൂട്ടിൻ്റെ എൻഡിൽ 1 അല്ലെങ്കിൽ 9 ആയിരിക്കാം. കാരണം 1ന്റെ സ്ക്വയർ 1 ആണ്, 11ന്റെ സ്ക്വയർ 121, 21 സ്ക്വയർ 441, അങ്ങനെ അങ്ങ് പോകുന്നു. 9ന്റെ സ്ക്വയറും 1ൽ അവസാനിക്കും. 81, 19ന്റെ സ്ക്വയറും 361 1ൽ അവസാനിക്കും. അപ്പോൾ 1ൽ അവസാനിക്കുന്ന നമ്പർ ആണെങ്കിൽ അതിൻ്റെ സ്ക്വയർ റൂട്ടിൻ്റെ എൻഡിൽ 1 or 9 വരും. അപ്പോൾ ഇവിടുത്തെ ആൻസർ 81 അല്ലെങ്കിൽ 89 ആയിരിക്കാം. 81 89 ആയിരിക്കും ഇതിൻ്റെ സ്ക്വയർ റൂട്ട് എന്ന് ആദ്യം ഗസ് ചെയ്ത് മനസ്സിലാക്കാം. ഇനി അതിൽ ഏതാണ് എന്ന് ഉറപ്പിക്കാൻ നമ്മൾ ആദ്യം കണ്ടുപിടിച്ച 8നെ, സ്റ്റാർട്ടിംഗ് ഡിജിറ്റായ 8നെ അതിൻ്റെ അടുത്ത നമ്പറുമായി ചേർത്ത് 9മായി ചേർത്ത് മൾട്ടിപ്ലൈ ചെയ്യുക. ഉത്തരം 72 ആണ്. 72നേക്കാൾ വലിയ നമ്പറാണ് ഇവിടെയുള്ള 79. അതുകൊണ്ട് ഈ രണ്ട് നമ്പറുകളിൽ വലുതായിരിക്കും ഇതിൻ്റെ സ്ക്വയർ റൂട്ട്. മറിച്ച് 72നേക്കാൾ ചെറുതാണ് ഇവിടെ നമ്മൾ റൗണ്ട് ചെയ്തിരിക്കുന്ന നമ്പർ എങ്കിൽ ഈ രണ്ട് നമ്പറുകൾ ചെറുതെടുക്കണം. അപ്പോൾ ഇവിടെ വലിയ നമ്പറാണ് എടുക്കേണ്ടത്. അതുകൊണ്ട് 81 അല്ല 89 ആണ് ഇതിൻ്റെ സ്ക്വയർ റൂട്ട്.